നമസ്കാരം. പന്നമ്പരക്കിഴി പോയി ചിങ്ങത്തിരുവോണം വാ, കന്നമ്പരക്കിഴി പോയി ഓണത്തി ചങ്കരം വാ. പാക്കും പോലെയും കോടിമുണ്ടും കൈനീട്ടവും വാങ്ങുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും സന്തോഷമാണ് ചിങ്ങത്തിലെ തിരുവോണത്തെ സുന്ദരമാക്കുന്നത്. അല്പം ഇടഞ്ഞു നിൽക്കുന്ന കാർന്നവന്മാർക്ക് ഒരു കോടിമുണ്ട് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ പിണക്കങ്ങളും. രാജ്ഭവനിൽ പിണങ്ങിയിരുന്ന കാരണവരെ സന്തോഷിപ്പിക്കാൻ പ്രജാപതി വിജയൻ കൊടുത്തുവിട്ട നേന്ത്രക്കുലയും കോടിമുണ്ടുമായി മന്ത്രി സജീവന്മാർ രണ്ടുപേർ പോയി. അവർ കാർന്നവരെ കണ്ട് ഇങ്ങനെ പാടി: ഈയാണ്ടും മൂവാണ്ടും ഞങ്ങളെ കാത്തുകൊള്ളേണം തമ്പ്രാ, വിത്തും കൈക്കോട്ടും പാടണ പുലരാ പുലരി വരണം, നിറപറ വെച്ചെതിരേൽക്കാം പുത്തരി വെച്ചു വിളമ്പാം, ഇല്ലാത്തോരാണേലും ഞങ്ങൾ ഉള്ളതിൽ പങ്കുതരാ. അടുത്ത കിരീടാവകാശിയായ മരുമോൻ റിയാസും കൊട്ടാരം വിദൂഷകരിൽ പ്രധാനിയായ ശിവൻകുട്ടി മാമനും കൂടിയാണ് പിണറായി കൊടുത്തുവിട്ട ഓണക്കോടിയുമായി ഗവർണർ ആർലേക്കറെ കാണാൻ പോയത്. ഗവർണർ അദ്ദേഹം രണ്ടുപേരെയും ആദരവോടെ സ്വീകരിച്ചിരുത്തി. പെട്ടെന്ന് ശിവൻകുട്ടി ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. തന്നെ പേടിപ്പിക്കാനായി സിംഹത്തിൻ്റെ പുറത്ത് കാവിക്കൊടിയേന്തിയിരിക്കുന്ന ആ വനിത കണ്ണുരുട്ടുന്നു. ഓടാൻ തുടങ്ങിയ ശിവൻകുട്ടി മാമനെ റിയാസ് മോൻ പിടിച്ചിരുത്തുന്നു. രാജപ്രതിനിധികൾ കോടിമുണ്ടും ദക്ഷിണയും നൽകി ഗവർണറെ കൊട്ടാരം അതിഥിയായി ഓണത്തിന് ക്ഷണിച്ചു. 2-3 മാസം മുമ്പാണ് സിംഹത്തിൻ്റെ പുറത്ത് സ്ത്രീ ഇരുന്നതിൻ്റെ പേരിൽ ശിവൻകുട്ടി ഗവർണറെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ആ പുള്ളി മുണ്ടും കായക്കൊലയുമായി ഇളമുറ തമ്പുരാനെയും കൂട്ടി ചെല്ലുമ്പോൾ ഇറക്കി വിടേണ്ടതായിരുന്നു. പക്ഷേ വിശാല മനസ്കനായ ഗവർണർ കിട്ടിയ സമ്മാനം സ്വീകരിച്ച് മന്ത്രിമാരുമായി കുശലങ്ങൾ പറഞ്ഞു. ഗവർണർ അദ്ദേഹം കായ വറുത്തതും കളിയടക്കയും മറ്റും അവർക്ക് കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങി വന്ന മന്ത്രിമാരറിഞ്ഞില്ല വിജയൻ്റെ ഓണക്കോടി വാങ്ങിയ അതേ ഗവർണർ അന്ന് തന്നെ സർക്കാരിനെതിരെ ഓണക്കേസുമായി കോടതിയിൽ പോയ വിവരം. VC നിയമനത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രിയെ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ചാൻസലർ എന്ന നിലയിൽ VCമാരുടെ നിയമനാധികാരി താനാണെന്ന് ഗവർണർ പറയുന്നു. എന്നാൽ ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി എന്ന് പറഞ്ഞു നടക്കുന്ന പിണറായി ഇതിനൊന്നിനും വഴങ്ങുന്ന ലക്ഷണമല്ല. ഓണക്കോടി കൊടുത്തതുകൊണ്ടോ ഓണസദ്യ കൊടുത്തതുകൊണ്ടോ മയങ്ങുന്ന പുള്ളിയല്ല ആർലേക്കർ. ഓണക്കോടി കിട്ടിയപ്പോൾ ചിരിച്ചു, ഓണമുണ്ട് നിറയുമ്പോൾ ഏമ്പക്കം വിടും, ഇത്രയേ ഉള്ളൂ. സ്നേഹവും വിരുന്നും വേറെ, കയ്യിലിരിപ്പ് വേറെ. വിജയൻ കിറ്റ് കൊടുത്ത് പാവങ്ങളെ പറ്റിക്കും പോലെ ഗവർണർക്ക് 4 മുണ്ട് കൊടുത്താൽ പ്രശ്നം തീരില്ല. സർക്കാരിൻ്റെ ഓണക്കോടി സ്വീകരിച്ച് അതേ സർക്കാരിനെതിരെ അന്ന് തന്നെ ഓണം കേസ് സമ്മാനിച്ച ഈ ഗവർണർ മാസല്ലേ. കള്ളക്കർക്കടകം പോയി ചിങ്ങവെയിൽ ഉദിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ ശിവൻകുട്ടി മാമൻ റിയാസിനൊപ്പം കൂടിയതാണ്. റിയാസിനെ കുട്ടിമാമൻ അലങ്കരിച്ച ഊഞ്ഞാലിൽ ഇരുത്തി ആടിപ്പാടുന്നു, ലാളിക്കുന്നു. കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിന്നരിപ്പൂവേ എന്നു പാടിയാണ് ശിവൻകുട്ടി റിയാസ് മോനെ ഊഞ്ഞാലിലിട്ടാട്ടി ഉയർത്തിവിടുന്നത്. താഴെ വീഴുമെന്ന് ഭയമുള്ള മരുമോൻ കാല് നിലത്തിട്ട് വലിക്കുന്നതും കണ്ടു. പ്രജാപതിയുടെ മരുമോനെ ഊഞ്ഞാലിലിരുത്തി ഉയലാട്ടുമ്പോൾ ശിവൻകുട്ടിക്ക് കൈക്ക് യാതൊരു ദണ്ണവുമില്ല, സൂക്കേടുമില്ല. കടത്തനാട്ട് മാക്ക സിനിമയിൽ ഷീലയെ തോഴിമാർ ഊഞ്ഞാലാട്ടും പോലെയാണ് ശിവൻകുട്ടിയും ശിങ്കടികളും മരുമകനെ ഇരുത്തി ആട്ടുന്നത്. അങ്ങനെ സർക്കാരിൻ്റെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു. അതിനുശേഷം മുഹമ്മദ് റീൽസ് ഒഴുകുന്ന ചന്ത കൊണ്ടുവരാൻ ഭാര്യയും കൊണ്ട് ബാങ്കോക്കിന് പോയിരുന്നു. അവിടെ ചെന്ന് പാറ്റ ഗോൾഡ് അവാർഡും വാങ്ങി. ഇവർക്കൊക്കെ ഇങ്ങനെ അവാർഡുകൾ കൊടുക്കുന്നവർ എവിടെയാണോ ഇരിക്കുന്നത്? ഇന്നലെ വടംവലി മത്സരത്തിൽ ഒരറ്റം പിടിക്കാനും റിയാസ് ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരുമായിട്ടായിരുന്നു വലി. റീൽസിൻ്റെ ആ കരുത്തുള്ള കൈകൾക്ക് മുകളിൽ ശിവൻകുട്ടി ഒരു താങ്ങ് കൊടുത്തതോടെ മറുവശത്തെ മാധ്യമപ്രവർത്തകർ ജയിച്ചു. ഈ ശിവൻകുട്ടിക്ക് ഡെസ്കിൻ്റെ മണ്ടയിൽ കയറി മുണ്ടുപൊക്കി താണ്ഡവമാടാനും കമ്പ്യൂട്ടറുകൾ വലിച്ചു പറിക്കാനുമല്ലാതെ വേറെ എന്ത് അറിയാം? എന്തൊരു വൈബാണ് റിയാസിന്. പന്തൽ തൊഴിക്കാൻ ചെന്നാൽ പന്ത് അവിടെ കാണും, ഷൂ തെറിച്ച് ഗോൾ പോസ്റ്റിൻ്റെ മണ്ടയ്ക്കിരിക്കും. വടം വലിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയത് മുണ്ട് പിഴിയുന്നത് പോലെയാണ്. ഇനി സുന്ദരിക്കൊരു പൊട്ടുതൊടൽ മത്സരത്തിൽ കൂടിയേ പുള്ളി മത്സരിക്കാനുള്ളൂ. റിയാസ് ഓരോരോ ഐറ്റങ്ങളിൽ പങ്കെടുക്കുന്നത് കണ്ടാൽ കൈവെക്കാത്ത മേഖലകളില്ല ഈ പഹയൻ എന്ന് തോന്നിപ്പോകും. എന്തൊരു വൈബാണ് റിയാസിന്.
പന്തൽ തൊഴിക്കാൻ ചെന്നാൽ പന്ത് അവിടെ കാണും, ഷൂ തെറിച്ച് ഗോൾ പോസ്റ്റിൻ്റെ മണ്ടയ്ക്കിരിക്കും. വടം വലിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയത് മുണ്ടു പിഴിയുന്നത് പോലെയാണ്. ഇനി സുന്ദരിക്കൊരു പൊട്ടുതൊടൽ മത്സരത്തിൽ കൂടിയേ പുള്ളി മത്സരിക്കാനുള്ളൂ. മത്സരപടത്തിലെ പിടി കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പ്രതിനിധികളുടെ മന്തളിർ പോലുള്ള കൈകളുടെ ആ ശക്തി. പണിയെടുക്കാതെ പൊതുജനത്തിൻ്റെ കാശിന് തിന്നുകൊഴുത്തും ആനന്ദിച്ച് നടക്കുകയാണ് നമ്മുടെ കുറേ മന്ത്രിമാർ. പാവപ്പെട്ടവൻ്റെ കൗപീനത്തിന് വരെ നികുതി കൂട്ടി ജനത്തെ ഞെക്കിപ്പിഴിഞ്ഞ് ചണ്ടിയാക്കിയവന്മാരുടെ തിരുവാതിരയും കുമ്മിയടിയും ഒക്കെ കാണുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ചൊറിഞ്ഞു കയറും. മഞ്ഞക്കാർഡുകാർക്ക് കൊടുത്ത അരച്ചക്രത്തിൻ്റെ മുഴുപ്പാണിപ്പോൾ പറച്ചിൽ. ശബരിമല അയ്യപ്പനെയും വിശ്വാസികളെയും സകല നമ്പൂതിരിമാരെയും നായന്മാരെയും ചീത്ത വിളിച്ചവന്മാർ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് കോപ്പ് കൂട്ടുകയാണ്. 8 മാസത്തിനുള്ളിൽ എടുക്കാവുന്ന ഉഡായിപ്പുകളെല്ലാം ഈ സർക്കാർ പുറത്തിറക്കും. എന്നിട്ട് ഈ പരനാറികളൊക്കെ പറയുന്നത് കേട്ടാൽ അത്ഭുതം തോന്നും. 4 വോട്ടിനു വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. 4 വോട്ട് കിട്ടുമ്പോൾ എവിടെയും നക്കാൻ മടിക്കാത്ത കള്ള കമ്മ്യൂണിസ്റ്റുകളാണ് നിങ്ങൾ. അന്ന് ശബരിമലയെപ്പറ്റി പറയാത്ത കഥകളില്ല. അയ്യപ്പ സംഗമത്തിന് വരുമ്പോൾ ആ ചെമ്പോല കൂടി എടുക്കാൻ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കണേ മരുമോനെ. 24-ലെ ശ്രീകണ്ഠൻ നായരുടെ കയ്യിൽ കാണും ആ സാധനം. ശബരിമല വിഷയത്തിൽ യാതൊരു കാര്യവുമില്ലാതെ ഈ റിയാസൊക്കെ നടത്തിയ നവോത്ഥാന നിലപാടുകൾ ഒന്ന് കേൾക്കേണ്ടതായിരുന്നു അന്ന്. പിണറായി പറഞ്ഞാൽ ഏത് വിളക്കും ഊതിക്കെടുത്തുന്ന സ്വഭാവമായിരുന്നു ശിവൻകുട്ടിക്ക്. ഇവർക്ക് 2 പേർക്കും ഇടയിൽ എപ്പോഴുമുണ്ട് കോമാളിക്കുട്ടിയായി ഈ ശിവൻകുട്ടി.